PMK എജ്യുമീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബിസിനസ് സ്റ്റഡീസിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്നുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളാണ്. നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. ആദ്യത്തെ ചോദ്യം, ദ സ്ട്രക്ചർ ഇൻ വിച്ച് ദർ ഈസ് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഈസ് കോൾഡ് ഡാഷ്. അതായത് ഏതോ ഒരു സ്ഥാപനത്തിൻ്റെ ഓണർഷിപ്പും മാനേജ്മെൻറ്റും വെവ്വേറെയാണ് എന്ന് പറയുന്നുണ്ട്. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണോ, പാർട്ട്ണർഷിപ്പാണോ, കമ്പനിയാണോ, അല്ലെങ്കിൽ ഇവ എല്ലാമാണോ എന്ന് ചോദിക്കുന്നു. അതിൻ്റെ ഉത്തരം വരുന്നത് കമ്പനിയാണ്. നമുക്കറിയാം, ഒരു കമ്പനിയുടെ ഓണർഷിപ്പും മാനേജ്മെൻറ്റും വെവ്വേറെയായിരിക്കും. ഇറ്റ് ഈസ് സെപ്പറേറ്റഡ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. റൈറ്റ് ദ നെയിം ഓഫ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഫൗണ്ട് ഓൺലി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇനി അടുത്ത ചോദ്യം, പ്രോഫിറ്റ് ഡു നോട്ട് ഹാവ് ഇറ്റ് ടു ബി ഷെയർഡ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് റെഫേഴ്സ് ടു. പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാർട്ട്ണർഷിപ്പാണോ, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആണോ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണോ, അല്ല കമ്പനിയാണോ? ഉത്തരം വരുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ്. ഒരു ഏകാംഗ വ്യാപാരമാണ്. കാരണം ഒരു ഏകാംഗ വ്യാപാരിക്ക് പ്രോഫിറ്റ് മറ്റാരുമായിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് തന്നെ എടുക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ദ ഓൾഡസ്റ്റ് ആൻഡ് പോപ്പുലർ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഏറ്റവും പഴയതും അതുപോലെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ് ഡാഷ്. ഉത്തരം വരുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ്. ഏകാംഗ വ്യാപാരമാണ് ഏറ്റവും പഴയതും എന്നാൽ പ്രചാരത്തിൽ നിൽക്കുന്നതുമായ ഒരു ബിസിനസ് ഓർഗനൈസേഷനാണത്. ഇനി അടുത്ത ചോദ്യം, ക്വിക്ക് ഡിസിഷൻ, പ്രോംപ്റ്റ് ആക്ഷൻ ആൻഡ് ബിസിനസ് സീക്രസി ആർ മേജർ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഫോം ഓഫ് ബിസിനസ്. നെയിം ഇറ്റ്. അതായത് പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക, പ്രോംപ്റ്റ് ആക്ഷൻസുകൾ എടുക്കാൻ സാധിക്കുക, ബിസിനസ് സീക്രസികൾ കീപ്പ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ മേജർ ഫീച്ചറായി വരുന്ന ഒരു ബിസിനസ് സംരംഭം ഏതാണ്? ആൻസർ സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ്. കാരണം ഒരു ഏകാംഗ വ്യാപാരിക്ക് അദ്ദേഹത്തിന് തന്നെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, പ്രോംപ്റ്റ് ആയിട്ടുള്ള ആക്ഷൻസുകൾ എടുക്കാൻ പറ്റും, സീക്രസി സ്വകാര്യതകൾ സൂക്ഷിക്കാൻ പറ്റും. ഓക്കെ, ഇതിനടുത്ത ചോദ്യം, എ പാർട്ട്ണർ ഹൂസ് അസോസിയേഷൻ വിത്ത് ദ ഫേം ഈസ് അൺനോൺ ടു ദ ജനറൽ പബ്ലിക് ഈസ് കോൾഡ്. ഒരു പാർട്ട്ണർ, അദ്ദേഹം ആ ബിസിനസ്സിൽ പാർട്ട്ണർ ആയിരിക്കും, പക്ഷേ പൊതുജനങ്ങളിൽ നിന്നും അദ്ദേഹത്തിനെ ഹൈഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ള പാർട്ട്ണർ ഏതാണെന്നാണ്. ആക്റ്റീവ് പാർട്ട്ണറാണോ, സ്ലീപ്പിംഗ് പാർട്ട്ണറാണോ, നോമിനൽ പാർട്ട്ണറാണോ, ഇനി അതല്ല സീക്രട്ട് പാർട്ട്ണറാണോ? അപ്പം അത്തരത്തിലുള്ള പാർട്ട്ണറെ നമ്മൾ സീക്രട്ട് പാർട്ട്ണർ എന്നാണ് പറയുന്നത്. കാരണം പൊതുജനങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന പാർട്ട്ണറെ നമ്മൾ സീക്രട്ട് പാർട്ട്ണർ എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം, ദ മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് റിക്വയർഡ് ടു ഫോം എ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഈസ്. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് രൂപീകരിക്കാൻ മിനിമം എത്ര ആൾക്കാർ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അത് 2 ആണ്. ആൻസർ 2 ആണ്. മിനിമം 2 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പാർട്ട്ണർഷിപ്പ് ഫേം രൂപീകരിക്കാൻ പറ്റുള്ളൂ. തന്നെ അടുത്ത ചോദ്യം നോക്കൂ. മിസ്റ്റർ എബ്രഹാം കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ടു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ബട്ട് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ബിസിനസ്. വാട്ട് കൈൻഡ് ഓഫ് പാർട്ട്ണർ ഹി ഈസ്. എബ്രഹാം എന്ന് പറയുന്ന വ്യക്തി പാർട്ട്ണർഷിപ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം ബിസിനസ്സിൽ ആക്റ്റീവ് പാർട്ടൊന്നും വഹിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള പാർട്ട്ണറെ പറയുന്ന പേര് എന്താണ്? നമുക്കറിയാം, അങ്ങനെയുള്ള പാർട്ട്ണർമാരെ നമ്മൾ സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് എന്നാണ് പറയാം. കാരണം അവർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അവർ ക്യാഷ് കൊണ്ടുവരും, പക്ഷേ അവർ ബിസിനസ്സിൻ്റെ ഒരു പ്രവർത്തനങ്ങളിലും ആക്റ്റീവ് ആയിരിക്കില്ല. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. മിസ്റ്റർ കുറുപ്പ് ഈസ് റണ്ണിങ് എ ബുക്ക് സ്റ്റാൾ ഇൻ എ ഹൈസ്കൂൾ ജംഗ്ഷൻ. He is the owner, manager and of his business. He gives personal attention to each and every customer and attract more customers and earns high profits. Identify the form of organization owned and operated by Mr. കുറുപ്പ്. മിസ്റ്റർ കുറുപ്പ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ ഒരു ബുക്ക് സ്റ്റാൾ റൺ ചെയ്യിക്കുന്ന ആളാണ്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ ഓണറും മാനേജറും ഒക്കെ അയാൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് കൂടുതലായി പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്, കൂടുതൽ കസ്റ്റമേഴ്സിനെ അദ്ദേഹം അട്രാക്റ്റ് ചെയ്യിക്കുന്നുണ്ട്.
അതിലൂടെ തന്നെ അദ്ദേഹം ഹൈ ഏർണിങ്സും ഉണ്ടാക്കുന്നുണ്ട്. ഇതെന്ത് തരത്തിലുള്ള ഓർഗനൈസേഷനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു വ്യക്തി ഉടമസ്ഥതയിൽ വെച്ചിരിക്കുന്നതും അദ്ദേഹം നോക്കി നടത്തുന്നതുമായ വ്യാപാരത്തിനെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഏകാംഗ വ്യാപാരം എന്നാണ് പറയുന്നത്. ദെൻ മറ്റൊരു ചോദ്യം നോക്കൂ. ബെസ്റ്റ് ബുക്ക് ഈസ് ദ പാർട്ട്ണർഷിപ്പ് ഫേം. ഇൻ ദിസ് ഫേം രാജു കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ആൻഡ് ടേക്ക് ആക്റ്റീവ് പാർട്ട് ഇൻ ബിസിനസ്. രമേഷ് ലെൻഡ് ഓൺലി ഹിസ് നെയിം ആൻഡ് റെപ്യൂട്ടേഷൻ. വാട്ട് ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് ദേ ആർ? ബെസ്റ്റ് ബുക്സ് എന്ന് പറയുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേമാണ്. ഇതിൽ രാജു ഒരു പാർട്ട്ണറാണ്. അദ്ദേഹം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അതിലൊരു ആക്റ്റീവ് റോള് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു പാർട്ട്ണറാണ് രമേശ്. അദ്ദേഹത്തിൻ്റെ പേരും അതുപോലെ തന്നെ റെപ്യൂട്ടേഷനും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ക്യാപിറ്റൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ രണ്ട് പാർട്ട്ണർമാരും എന്ത് തരത്തിലുള്ള പാർട്ട്ണറാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ രാജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജു ക്യാപിറ്റലും കൊണ്ടുവന്നിട്ടുണ്ട്, ബിസിനസ്സിൽ ആക്റ്റീവ് റോളും കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറയാം. എന്നാൽ രമേശ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരും റെപ്യൂട്ടേഷനുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള പാർട്ട്ണർമാരെ നമ്മൾ നോമിനൽ പാർട്ട്നേഴ്സ് എന്നാണ് പറയുന്നത്. സ്ഥാപനത്തിൻ്റെ പ്രസക്തിക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ പേരും റെപ്യൂട്ടേഷനും ഒക്കെ നമ്മൾ വിനിയോഗിക്കുന്നതിനെ ആണ് നമ്മൾ നോമിനൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം. ദ ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് ഡാഷ്. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്ണർമാരുടെ ലയബിലിറ്റി എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം അത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. അടുത്ത ചോദ്യം. നെയിം ദ പാർട്ട്ണർ ഹൂസ് ഷെയർസ് ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് വിതൗട്ട് ബീയിങ് ലയബിൾ ഫോർ ദ ലോസസ്. അതായത് ഈ പാർട്ട്ണർക്ക്, നമ്മൾ ഈ പറയുന്ന പാർട്ട്ണർക്ക് പ്രോഫിറ്റ് മാത്രമാണ് ലഭിക്കുക, പക്ഷേ നഷ്ടമുണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിനെ അത് ബാധിക്കുകയുമില്ല. അങ്ങനെയുള്ള പാർട്ട്ണർമാരെ നമ്മൾ പാർട്ട്ണർ ഇൻ പ്രോഫിറ്റ് ഓൺലി എന്നാണ് പറയുക. ഇത്തരത്തിലുള്ള പാർട്ട്നേഴ്സിന് നമ്മൾ സ്ഥാപനത്തിന് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അദ്ദേഹത്തിന് ആ ലാഭവിഹിതം മാത്രം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം. പാർട്ട്ണർഷിപ്പ് ഫോംഡ് ഫോർ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് എ പെർട്ടിക്കുലർ പ്രോജക്റ്റ് ഫോർ എ സ്പെസിഫൈഡ് ടൈം പീരീഡ് ഈസ് കോൾഡ്. ഒരു പാർട്ട്ണർഷിപ്പ് എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രം രൂപീകരിക്കുകയും അതിനൊരു പ്രത്യേക കാലയളവ് ഉണ്ടാവുകയും ചെയ്താൽ അത്തരത്തിലുള്ള പാർട്ട്ണർഷിപ്പ് ഏതാണ് എന്നാണ് ചോദിച്ചത്. ഉത്തരം വരുന്നത് പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പാണ്. പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് രൂപീകരിക്കുന്നത്. ഇതിനൊരു പ്രത്യേക കാലാവധി ഉണ്ടാകും. ഒരു 6 മാസം അല്ലെങ്കിൽ 2 വർഷം, അങ്ങനെയുള്ള ഒരു പ്രത്യേക കാലാവധിയോടുകൂടിയായിരിക്കും ഇത് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ആ കാലാവധി കഴിഞ്ഞാൽ അതിൻ്റെ ആ പാർട്ട്ണർഷിപ്പ് അവിടെ അവസാനിക്കുകയും ചെയ്യും. അടുത്ത ചോദ്യം. ദ റിട്ടേൺ എഗ്രിമെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് കോൾഡ്. പാർട്ട്ണർഷിപ്പിൻ്റെ റിട്ടേൺ എഗ്രിമെൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹെഡ് ഓഫ് ദ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഈസ് കോൾഡ്. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിലുള്ള ഹെഡ്, അതിൻ്റെ തലമുതിർന്ന ആളെ പറയുന്ന പേര് പ്രൊപ്രൈറ്റർ ആണോ, ഡയറക്ടർ ആണോ, മാനേജർ ആണോ, കർത്തയാണോ? നമുക്കറിയാം കർത്തയാണ്. ഇനി അടുത്ത ചോദ്യം. ദ മെമ്പർ ഓഫ് എ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഈസ് നോൺ ആസ്. അപ്പോൾ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിലുള്ള മെമ്പേഴ്സിനെ പറയുന്ന പേര് കോപ്പാസനേഴ്സ് എന്നാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇറ്റ് ഈസ് നോട്ട് ഫോംഡ് ബൈ ആൻ എഗ്രിമെൻറ്റ് ഓർ ബൈ എ കോൺട്രാക്ട് ബട്ട് ഇറ്റ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ബൈ ദ ഓപ്പറേഷൻ ഓഫ് ഹിന്ദു ലോ. നെയിം ദ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് ഒരു എഗ്രിമെൻ്റ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു ബിസിനസ് രൂപീകരിക്കുന്നത്. ബട്ട് ഇറ്റ് കം ഇൻ ടു എക്സിസ്റ്റൻസ് ബൈ ദ ഓപ്പറേഷൻ ഓഫ് ഹിന്ദു ലോ. ഇത് പ്രവർത്തിക്കുന്നത് 1956 ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരമാണ്. ഈ ബിസിനസ് ഏതാണ് എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം അത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അഥവാ HUF ആണെന്ന് നമുക്കറിയാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, ബേസിക് മോട്ടോ ഓഫ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഐഡൻറ്റിഫൈ ദ ഓർഗനൈസേഷൻ. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, ഇത് ഏത് ബിസിനസ് സംരംഭത്തിൻ്റെ മോട്ടോയാണെന്നാണ് ചോദിച്ചത്. അത് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അടുത്ത ചോദ്യം. ഇൻ എ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ദ പ്രിൻസിപ്പിൾ ഫോളോഡ് ഈസ് ഡാഷ്. കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഏതാണ്? 1 ഷെയർ 1 വോട്ടാണോ, 1 മാൻ 1 വോട്ടാണോ, നോ വോട്ടാണോ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വോട്ടാണോ? അതിൻ്റെ ഉത്തരം വരുന്നത് 1 മാൻ 1 വോട്ട്, ഒരു വ്യക്തിക്ക് 1 വോട്ട് എന്നുള്ള പ്രിൻസിപ്പിൾസ് ആണ്
കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോളോ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ദ മെയിൻ എയിം ഓഫ് ദിസ് ഓർഗനൈസേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്, ഇത് എയിം ചെയ്യുന്ന ബിസിനസ് സംരംഭം ഏതാണ്? നമുക്കറിയാം അതിൻ്റെ ആൻസർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അടുത്തൊരു ചോദ്യം നോക്കൂ. ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ടു ഫോം എ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡാഷ്. ഒരു കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നതിന് മിനിമം എത്ര ആൾക്കാർ വേണം എന്നാണ് ചോദിച്ചത്. ആൻസർ 10 ആണ്. 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപിക്കാൻ സാധിക്കുകയുള്ളൂ. ദ മെമ്പർഷിപ്പ് ഓഫ് എ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡാഷ്. ആൻസർ വരുന്നത് വളണ്ടറി ആണ്. കാരണം ഒരു കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് ഓപ്പൺ ആണ്. ഇതിനടുത്തത് രജിസ്ട്രേഷൻ ഓഫ് എ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡാഷ്. കമ്പൽസറി ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ കമ്പൽസറി ആണ് എന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, ദ ലയബിലിറ്റി ഓഫ് എ മെമ്പേഴ്സ് ഓഫ് എ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള മെമ്പർമാരുടെ ലയബിലിറ്റി, അവിടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ് എന്നും ഓർക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് പാർട്സ് ഈച്ച് വൺ ഓഫ് വിച്ച് ഈസ് കോൾഡ്. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ പല ഭാഗങ്ങളായി നമ്മൾ മുറിക്കുകയാണ്. അതിലൊരു ഭാഗത്തിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. പ്രോഫിറ്റ് ആണോ, ഷെയർ ആണോ, ഡിവിഡൻഡ് ആണോ, ഇൻട്രസ്റ്റ് ആണോ? ആൻസർ വരുന്നത് ഷെയർ ആണ്. കാരണം ക്യാപിറ്റലിൻ്റെ ചെറിയ ചെറിയ പോർഷൻസിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഫീച്ചർ ഓഫ് എ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി. താഴെ പറയുന്നതിൽ ഏതോ ഒന്ന് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചർ അല്ല. ഏതാണെന്ന് നോക്കാം. ഹ്യൂജ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ലിമിറ്റഡ് ലയബിലിറ്റി, കമ്പൽസറി രജിസ്ട്രേഷൻ ആൻഡ് വോളണ്ടറി. അപ്പോൾ ഇതിൽ ആദ്യത്തേതാണ് ഉത്തരം വരുന്നത്. ഹ്യൂജ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒരു കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ടാവില്ല.